ഉൽപ്പത്തി 15-ാം അധ്യായം 1 തുടങ്ങിയിട്ട് വായിച്ചു. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിലുണ്ടായ യഹോവയുടെ അരുളപ്പാട്, അബ്രാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മേശക്കാരനായി ഈ എലിയേസർ ആകുന്നു എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്നും അബ്രാം പറഞ്ഞു. അവൻ നിന്റെ അവകാശിയാകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്നും നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്നും അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദേ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളി ചെയ്തു. കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എങ്ങനെ അറിവാൻ കഴിയും എന്ന് ചോദിച്ചു. അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർന്ന് ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിനൊരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായി ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞിരിക്കണം. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. നല്ല വാർദ്ധക്യത്തിൽ സംസ്കരിക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്ന് അരുളി ചെയ്തു. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി മുതൽ ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കത്മോന്യർ, ഹിത്യർ, പെരിസ്യർ, രഫായ്മ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാല് മൊത്തം അങ്ങ് വായിപ്പിച്ചെന്നേ ഉള്ളു, അത്രയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഹാല് ആമേൻ, സ്തോത്രം. ആമേൻ, ഹാല്. അപ്പൊ ഇവിടെ തുടങ്ങുന്ന അതിന്റെ ശേഷം അബ്രാമിന് ദർശനം ഉണ്ടായതെന്തെന്നാൽ, അബ്രാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അപ്പൊ അതിന്റെ ശേഷം എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം. അതിന് മുമ്പ് പ്രധാനമായിട്ട് സംഭവിച്ചത്, അബ്രാം ഹാലിലോത്തിനെയും കൂട്ടുകാരെയും രാജാക്കന്മാരെ പിടിച്ചുകൊണ്ടും അവരുടെ യുദ്ധത്തിന് പോന്നി അവരെ തോൽപ്പിച്ചു. ഹാലേലിയ ആമേ. അവരെല്ലാം തിരിച്ചു കൊണ്ടുവരാ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് ശാലോം രാജാവ് ഹാലേലിയ അബ്രാമിന് എന്നെ ചെന്ന് എതിരേൽക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ അതെല്ലാം അപ്പൊ ഈ ആൾക്കാരെ മാത്രമേ എനിക്ക് തന്നാൽ മതി, ബാക്കിയൊക്കെ നീ എടുത്തോ എന്ന് പറയാം. അബ്രഹാം പറയുന്നത്, ആമേ ഹാലിന്റെ എന്റെ ചെരുപ്പ് നിങ്ങളുടെ സ്വതാ രാജാവ് പറഞ്ഞ്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതെ ഇപ്പം ഞാനൊരു ചരടാകട്ടെ ചെരുപ്പാകട്ടെ നിനക്കുള്ള യാതൊന്നുമായിട്ട് എടുക്കുകയില്ല. അത് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥന അത്യുന്നതനായ ദൈവത്തിന്റെ യഹോവയെങ്കിലെ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ഹാലൂയ. അപ്പൊ ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോട് കൂടെ വന്ന ആൾക്കാർക്ക് ഇന്ന് പുരുഷന്മാരുടെ ഓഹരി മാത്രം ഇടുക, തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ എന്നപ്പോ എനിക്കൊന്നും വേണ്ട, കാണുന്ന ഒന്നും എനിക്കണം, നീ എന്നെ സമ്പന്നാക്കിയെന്ന് പറയാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ കൂടെ വന്ന യുദ്ധം ചെയ്ത് അവർക്കുള്ള ഓഹരി മാത്രം കൊടുത്താൽ മതി എന്ന് പറയാം. അപ്പം ഇത് അബ്രഹാം പറഞ്ഞതിന് ശേഷമാണ് അതിന്റെ ശേഷം എന്ന് പറയുന്നത്. അപ്പം നമ്മള് അബ്രഹാം പറയുന്നത് അവിടെ എന്താ, നീ എന്നെ സമ്പന്നാക്കിയെന്ന് പറയാം. കാരണം അബ്രഹാമിനെ സമ്പന്നനാകണമെങ്കിൽ ദൈവം സമ്പന്നനാക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് അങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ കാര്യം. അപ്പൊ ദൈവത്തിൽ വിളിച്ചിറക്കിയ ദൈവത്തിൽ ഒരു വിശ്വാസം അബ്രഹാമിനുള്ളതാണ് അവിടെ ഡിക്ലെയർ ചെയ്തത് നമുക്ക് അറിയാൻ പറ്റും.
അപ്പൊ ഇവിടെ അതിനുശേഷം ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം തന്നെ അബ്രഹാമിനോട് പറയുന്നതാണ്. അപ്പൊ ദൈവത്തെ യഹോവയുടെ അരുളപ്പാടുണ്ട്, ദർശനത്തിൽ എന്നിട്ട് യഹോവയുടെ അരുളപ്പാട് എന്തുണ്ട്, എന്നിട്ട് ദൈവം അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഹാലേലൂയ. അപ്പൊ ദൈവം പറയാണ്, ഞാൻ തന്നെയാണ് നിനക്ക് പരിചയം, നിനക്ക് ചുറ്റും സംരക്ഷകനായിട്ട് ഞാനാ ഉള്ളത്, നിന്റെ അതിമഹത്തായ പ്രതിഫലം ഞാൻ തന്നെയാണ്. ഹാലേലൂയ. അപ്പൊ ദൈവം അതിമഹത്തായ പ്രതിഫലമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമ്മുടെ പ്രതിഫലം അതിമഹത്തായ പ്രതിഫലമാണെന്ന് പറയാം, ദൈവമാണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും എന്താ വെച്ചാ അത് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഏറ്റവും ശ്രേഷ്ഠമായ അല്ല ഏറ്റവും മഹത്വമായ ആളായിട്ട് ഇതാണ്, ഞാനാണ് നിന്റെ ഇപ്പൊ നമ്മളൊക്കെ സാധാരണ ജോലി ചെയ്ത പ്രതിഫലമായിട്ട് ശമ്പളം കിട്ടും അല്ലെ. ദൈവം പറയാം, ഞാനാ നിന്റെ പ്രതിഫലം എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും വേണോ? പക്ഷെ അബ്രഹാം ഇവിടെ ചോദിക്കുന്ന ചോദ്യം കേട്ടുന്ന, അതിന് അബ്രഹാം, കർത്താവായ യഹോവേ നീ എനിക്ക് എന്ത് തരും? ഞാൻ നിന്റെ പ്രതിഫലം അന്ന് ദൈവം തിരിച്ചേക്കാം, നീ എനിക്ക് എന്തോന്ന് തരുമോ? ഹാലൂയ. ദൈവം ഇപ്പൊ നമ്മളിവിടെ ഈ രാജ്യത്തേക്ക് ഇവിടെ രാജ പറയുമ്പോ ഇനി ഒരു കാര്യം ചെയ്യുക, മൊത്തം നീ എടുത്തു, അല്ലെങ്കിൽ ഇതിലുള്ള എനിക്കുള്ളതെല്ലാം ഈയുടെ ഭരണാധികാരി ഈ രാജ്യത്ത് എനിക്കുള്ളതെല്ലാം നിനക്കുള്ളത്, നിനക്ക് ഞാൻ തരുക, അല്ലെ ഞാനാ നിന്റെ പ്രതിഫലം എന്ന് പറയുമ്പോ അദ്ദേഹത്തിനുള്ള എല്ലാം എനിക്കുള്ള. അപ്പൊ ഞാൻ വീണ്ടും ചെയ്യുക, രാജാവേ എനിക്ക് എന്തോ തരും എന്ന് ചോദിക്കുന്ന പോലെ ആണ് അബ്രഹാം ഇവിടെ ചോദിക്കുന്നത്. ഹാലേലൂയ. അപ്പൊ വളരെ ബാലിശമായ ഒരു ചോദ്യമായിട്ട് നമുക്കൊന്നും, പക്ഷെ ദൈവം അത് ബാലിശമായ ചോദ്യമായിട്ടല്ല അബ്രഹാമിന് സംശയങ്ങളുള്ളത് തീർത്ത്. അപ്പൊ നമ്മളൊരു കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അത് നമുക്ക് തീർത്തു തരുമെന്നുള്ളതാണ്. ഹാലല്ല. പക്ഷേ അതിന് വിട്ടുപോയിക്കാൻ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ട. അതാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. ഹാലല്ല. അപ്പൊ ഇവിടെ അത് ചോദിച്ചപ്പോൾ ദൈവം എന്താ പറഞ്ഞു, അതിന് അബ്രഹാം കർത്താവേ യഹോവേ നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവരായി നടക്കുന്നുവല്ലോ, എന്റെ അവകാശി ദമ്മേശക്കാരനായ ഈ എലേസർ അത്രേ എന്ന് പറഞ്ഞപ്പം നീ എനിക്ക് സന്തതി തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസ എന്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. അപ്പൊ അബ്രഹാമിന്റെ പ്രശ്നം എന്താ, ഞാൻ നിന്റെ മകത്തെ പ്രതിഫലം എന്നൊക്കെ പറയാം. അബ്രഹാം എനിക്ക് മക്കളില്ലല്ലോ, എനിക്ക് ഇവിടെയുള്ള ദാസന്റെ അവകാശം, നീ എന്തൊക്കെ ഞാനാന്ന് പറഞ്ഞത് കാര്യമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് കൊച്ചിനും എന്റെ മകന് ദൈവത്തെ എടുത്ത് ഉപയോഗിക്കാൻ അല്ല ദൈവത്തെ എടുത്ത് കളിക്കാൻ പറ്റത്തില്ലോ എന്നൊരു അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ദൈവം പറയുന്നത്, കർത്താവ് പറയുന്നത് എന്താ, അവൻ നിനക്ക് അവകാശിയാവുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ അവൻ നിന്റെ അവകാശം, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ നിന്റെ അവകാശിയെന്ന് യഹോവ അരുളപ്പാട്. എന്നിട്ട് വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടിരുന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു, നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ച് അത് അവന് നീതിയായി കണക്കിട്ട. പുറത്തു കൊണ്ടുവന്ന് ആമേ നക്ഷത്രങ്ങളെയൊക്കെ കാണിച്ചു കൊടുത്ത് ഇതൊക്കെ പറഞ്ഞപ്പം അത് വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവിടെ ആമേ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം കർത്താവ് നമ്മുടെ പ്രതിഫലമാണെന്ന് പറഞ്ഞപ്പം വീണ്ടും ചോദിക്കുകയാണ്, ഹല്ലേലൂയ എനിക്ക് എന്ത് തരുമെന്ന് ചോദിക്കുക. ഇത് കഴിഞ്ഞു. ഹല്ലേലൂയ. അടുത്ത കാര്യമാണ് വീണ്ടും ആമേ. പിന്നെ അവനോട്, ഈ ദേശത്ത് നിനക്ക് അവകാശിയെ തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് യഹോവ ഞാനാക്കുന്നു എന്ന് അറിയിച്ചു. അപ്പൊ നിനക്ക് ഈ പട്ടണം, ഹല്ലേലൂയ, ഇത് നിനക്ക് അവകാശമാക്കി തരാനാ നിന്റെ പിതാക്കന്മാരുടെ സ്ഥലത്ത് നിന്നെ വിളിച്ചിറക്കി അവിടെ കൊണ്ടുവന്നതെന്ന് പറയാണ്. ഹല്ലേലൂയ. അടുത്ത കൊണ്ടുവന്ന ആമേ കർത്താവ് യഹോവേ ഞാൻ അത് അവകാശമാക്കുമെന്ന് എനിക്ക് എന്തോന്നിനാ അറിയാം. അപ്പൊ തിരിച്ചു ചോദിക്കുകയാണ്, കർത്താവ് യഹോവേ ഞാൻ അതിനെ അവകാശമാക്കുന്ന എനിക്ക് എന്തോന്നിനാൽ അറിയാം. അരുളി ചെയ്ത ഒരു മനുഷ്യനല്ല, അരുളി ചെയ്ത ഒരു ദൂതനല്ല, അരുളി ചെയ്ത ദൈവമാണ്. ആ ദൈവത്തോട് ചോദിക്കുക, ഇത് നിനക്ക് അവകാശമാക്കി തരുമെന്ന് പറഞ്ഞപ്പോ ഇത് എനിക്ക് എന്തോന്നിനാൽ അറിയാം. അവിടെയാണ് ഹല്ലേലൂയ. ആ ചോദ്യമാണ് ദൈവം പറയും, ശരി ഉടമ്പടി ചെയ്യുക, നീ ഒരു കാര്യം ചെയ്യുക, ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകാ, കിടാവിനെ കൊണ്ട് നമ്മൾ പറയുന്നുണ്ടോ, അവനോട് നീ 3 വയസ്സ് പശുക്കിടാവിന്, 3 വയസ്സുള്ള ഒരു കോലാട്ടിന്, 3 വയസ്സുള്ള ആട്ടുകുട്ടിയെ പൂർപ്രാവിനെയും പ്രാവിനെ കൊണ്ടുവരാൻ എന്ന് കൽപ്പിച്ച് അങ്ങനെ ഇവയൊക്കെ നടുവെ പിളർന്ന് വെച്ച് ഹല്ലേലൂയ അബ്രഹാം അവിടെ നിന്ന് മയങ്ങി പോകുന്നു നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഉറങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. അപ്പൊ അവിടെ ആമി ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ ഒരു ആമി ദൈവത്തിന്റെ മേലെ കൂടെ വന്ന് നമുക്കറിയാം. പിന്നെ അവിടെ വീഴുന്ന ഒരു കേഴ്സ് അവിടെ വരുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം 400 സംവത്സരം ഹല്ലേലൂയ എന്റെ സന്തതി മറ്റൊരു ദേശം മുസ്ലിമിലേക്ക് അവിടെ അടിമയായിരിക്കും എന്നൊക്കെ പറയുന്ന പിന്നീട് തിരിച്ചു വന്നിട്ട്. അപ്പൊ ഇവിടെ ദൈവം കർത്താവ് പറയും, ഇത് നിനക്ക് തരും, ഞാൻ നിന്നെ കൊണ്ടുപോയി ഇത് തരാൻ പോ. അത് അന്നേരം എടുത്ത് ചോദിക്കുന്നു. ഒരു സന്തതി ഉണ്ടാകുന്ന കാര്യത്തിൽ ദൈവം ഒരു ഉറപ്പ് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ചോദിക്കുമ്പോ സമയത്ത് അവിടെ ഇതെന്തോന്നിനാ ഞാൻ അറിയുമെന്ന് ചോദിക്കും. ഇപ്പൊ നമ്മളോട് ദൈവം ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെയൊക്കെ പലപ്പോഴും ഉള്ള പ്രശ്നം ഇതൊക്കെ എല്ലാവർക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ മേൽ പലപ്പോഴും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇടയ്ക്ക് എപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. കാരണം വെച്ചാൽ ദൈവദാസന്റെ വായിൽ നിന്ന് ഹല്ലേലൂയ ഒരു ദൂത് നമ്മുടെ നേരെ ഇങ്ങനെ വായിന്ന് പുറപ്പെട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കാതിൽ
കേൾക്കും അല്ലെ? കേട്ട് കഴിഞ്ഞാ കേട്ട് കഴിഞ്ഞിട്ട് ഇത് ഇത് സഞ്ചരിച്ച് നമ്മുടെ ഹാലല്ലേ അത് നമ്മുടെ ആ തലയിലേക്ക് ഇങ്ങനെ വന്ന് അങ്ങോട്ട് കേറുമ്പോഴത്തേക്ക് ഹൃദയത്തിലേക്ക് എത്തുമ്പോഴത്തേന് അതിനുള്ളിൽ 100 ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടും, മനസ്സിൽ നിന്ന് പുറപ്പെടും. ശ്രദ്ധിച്ചിട്ടാ മനസ്സിലാകും. കാരണം ഇപ്പം ഒരു ദൂത് കേൾക്കുകയാണ്. ഞാൻ സപ്പോസ് ഇവിടെ ആരും നോക്കി ഓക്കെ നമ്മുടെ ചെങ്ങന്നൂർ ജോലിയാൻ്റെ നോക്കിയിട്ട് ഇപ്പൊ പറയുകയാണെന്ന് ഇരുന്നോട്ടെ, ഞാൻ നിന്നെ രാജ്യങ്ങൾ തോറും അയക്കാൻ പോവാ, നീ അനേക രാജ്യങ്ങളിൽ കാണുന്നപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുക ജോലിയാൻ്റെ ആമേനൊക്കെ പറയുമെങ്കിൽ അന്നേരമൊക്കെ പിന്നെ ഞാൻ ഈ പ്രായമൊക്കെ ആയിട്ടുണ്ട്, ഞാൻ ഇനിയിപ്പോ ഏതൊക്കെ രാജ്യത്ത് പോകാൻ വേണ്ടിപ്പെട്ടു, അല്ല എനിക്ക് എങ്ങനെ പോകാൻ പറ്റും, കോശിച്ചാൻ ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റും, ഇതെങ്ങനെ സംഭവിക്കും? ഇതെല്ലാം നമ്മുടെ മാനുഷികമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. അപ്പൊ ഇവിടെ അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തോട് ചോദിച്ചു. നമ്മൾ ദൈവത്തോട് വായ തുറന്ന് ചോദിക്കുന്നില്ല, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അബ്രഹാം ചിലപ്പോൾ ചോദിച്ചത് ചിലപ്പോൾ ഹൃദയത്തിൽ തന്നെ ആയിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റും. കാരണം ദർശനത്തിലാ ദൈവം അരുളി ചെയ്തെന്ന് പറഞ്ഞു, അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ദൈവത്തോടാ ചോദിക്കുന്നത്. ഈ ഹൃദയത്തിൽ ചോദിക്കുന്ന ദൈവത്തിന് കേൾക്കാം. ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഈ ചിന്തകൾ ഇങ്ങനെ ഇതെങ്ങനെ സംഭവിക്കും, എന്റെ സാഹചര്യം വെച്ച് നോക്കി ഇത് സംഭവിക്കാൻ യാതൊരു ചാൻസും ഇല്ലല്ലോ, ഞാനിപ്പോ ആയിരിക്കുന്ന അവസ്ഥ വെച്ചിട്ട് ഇത് സംഭവിക്കാൻ യാതൊരു ചാൻസും ഇല്ലല്ലോ, അല്ലെ എന്റെ അറിവ് വെച്ചിട്ട്, എന്റെ വിവരം വെച്ചിട്ട്, അല്ലെ എന്റെ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വെച്ചിട്ട്, അല്ലെ എനിക്ക് നമ്മൾ ഇപ്പം ആദ്യമൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് നിന്നെ ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി കണ്ടിരിക്കുക, നിന്നെ ഞാൻ ശക്തം ഉപയോഗിക്കുന്ന നമ്മുടെ മനസ്സിൽ ദൈവമേ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ ആരുമില്ല, നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ബോധമില്ല, വിവരമില്ല, അല്ലെ വചനം എന്താന്ന് പോലും അറിയത്തില്ല, ഈ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ പറ്റും? പലവിധ ചിന്തകൾ നമ്മളിലേക്ക് വരും. ഹാലലുയ. ഈ ചിന്തകൾ നമ്മുടെ ചോദ്യങ്ങളായി വരും. ഹാലലുയ. ഈ ചോദ്യങ്ങൾ ചിലപ്പോൾ ആദ്യമൊക്കെ ഇത് അബ്രഹാം ചോദിച്ചാൽ ആദ്യമൊക്കെ ആകുമ്പോൾ ദൈവത്തിന് അറിയാം, നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ പരിജ്ഞാനമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ഹൃദയത്തിൽ സംശയം കൊണ്ടോ ഒക്കെ ചോദിക്കുന്ന അത് സ്ഥിരീകരിച്ച് തരണമെന്ന് വിചാരിച്ചിട്ട് അത് പലപ്പോഴും 1, 2, 3 പ്രാവശ്യമൊക്കെ സെയിം ദൂതൊക്കെ റിപ്പീറ്റ് ആയി നമ്മളെ നേരെ വരുന്നെങ്കിൽ അതിന്റെ കാരണം നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ആദ്യം കേട്ടപ്പോൾ അത് ഹൃദയത്തിൽ 100% വിശ്വസിക്കാത്തത് കൊണ്ടാണ് പിന്നെ അത് നമ്മളെ കേൾപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഹാലേ നമ്മൾ വിചാരിക്കും അത് ഉറപ്പ് പറയുക ദൈവം ഹാലേ എന്നൊക്കെ പറയുന്നതല്ല, നമ്മുടെ അവിശ്വാസ നിമിത്തമാണ് വീണ്ടും നമ്മളോട് അത് പറഞ്ഞു നമ്മൾ ഉറപ്പിക്കുന്നത്. അങ്ങനെ ഞാനൊക്കെ ഒത്തിരി ചില സെയിം ദൂത് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. കാരണം അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവളുടെ ഹൃദയത്തിലോട്ട് ഇത് കയറിയിട്ടില്ല, അല്ലെങ്കിൽ ഇവളത് പൂർണ്ണമായിട്ട് ആമേനൊക്കെ പറയും, ഇവര് പൂർണ്ണമായിട്ട് ഇവളത് ഉൾക്കൊണ്ടിട്ടില്ല, മനസ്സിലാകുന്നുണ്ട് ഇത് അങ്ങനെ കേൾപ്പിക്കുന്ന ഹാലില്. അവിടെയൊക്കെ ദൈവം നമ്മളെ ഉറപ്പിക്കാനായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന ചില അവിശ്വാസങ്ങൾ അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ ചിലപ്പം നമ്മുടെ ഈ വാക്തത്വത്തൊക്കെ ഡിലേ ആക്കി മാറ്റാൻ ചാൻസ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയും അയ്യോ ഞാൻ കേട്ട ദൂത് ഇങ്ങനെയാണ് കേട്ട, പക്ഷെ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ, അല്ലെ എനിക്ക് ഈ സാഹചര്യത്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അപ്പൊ ദൈവം ഇവിടെ അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യം, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇങ്ങനൊരു കാര്യമാണ് വേണ്ടത്. കാരണം നമുക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ ദൈവം അരുളി ചെയ്തെന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, ദൈവം നമുക്ക് പ്രതിഫലമായിട്ടില്ലെങ്കിൽ മറ്റെന്തെല്ലാം നേരിട്ട് നമുക്കൊരു കാര്യമില്ല. ആ റോമാലേഖനത്തെ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവം അനുകൂലമെങ്കിൽ ആര് പ്രതികൂലം. അപ്പൊ ദൈവം അനുകൂലമായിട്ട് നിന്നാൽ ആരൊക്കെ നമുക്ക് പ്രതികൂലമായിട്ട് നിന്നാലും അതൊന്നും നമ്മളെ എഫക്ട് ചെയ്തില്ല, അതൊന്നും നമ്മളെ തൊടുകയില്ല. പക്ഷെ ദൈവം നമുക്ക് പ്രതികൂലമായിട്ട് നിന്ന ബാക്കി എന്തൊക്കെ അനുകൂലമാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ദൈവം പ്രതികൂലമായിട്ട് നിന്ന ഒരു മനുഷ്യനായിരുന്നു ശൗൽ. ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ രാജാവ് ദൈവം തന്നെ തെരഞ്ഞെടുത്തിട്ടും പക്ഷെ ദൈവത്തെ അനുസരിക്കാതെ പോയപ്പം അവിടെ ദൈവം പ്രതികൂലമാണ്. കാരണം ദൈവം തന്നെ ഒരു ദുരാത്മാവിനെ അയച്ചു. ശൗലിന് നന്നാകാനുള്ള എല്ലാ ചാൻസും കൊടുത്തിട്ടും ശൗൽ നന്നാകാതെ വീണ്ടും 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 അവൻ തെറ്റിന്റെ വഴിയിലൂടെ പോയി അവസാനമായപ്പോ വെളിച്ചപ്പാടത്തി എടുത്ത് വരെ പോയി ആലോചന ചോദിക്കാൻ പോയിട്ട് അവൻ മരിച്ചുപോയ ശമൂവേലിനെ വരെ വിളിച്ചു വരുത്തുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ കോപം ഒരിക്കലും ശൗലിന് അനുകൂലമായില്ല. കാരണം ദൈവത്തിന്റെ ആ ശൗലിന്റെ പ്രവൃത്തി കാരണം
ദൈവം പ്രതികൂലമായി മാറി. അപ്പൊ ദൈവം പ്രതികൂലമായി മാറിക്കഴിഞ്ഞ പിന്നീട് ഹല്ലേലൂയ അവരെ ഒന്നിനാലും രക്ഷപ്പെട്ടപ്പോ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചാൽ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് പോകുമ്പോഴും അവരുടെയൊക്കെ ഓരോരുത്തരെയും പ്രവൃത്തിയും നമുക്ക് കാണാറുണ്ട്. ദൈവം പ്രതികൂലമാകുന്നത് കാരണം ദൈവം അവിടെ എല്ലാം പലപ്പോഴും ഹല്ലേലൂയ പ്രവാചകന്മാരെയൊക്കെ വിട്ട് ദൈവം അരുളിച്ചെയ്യും, നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല, നിങ്ങളുടെ മ്ലേച്ഛത ശരിയല്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മ്ലേച്ഛതകൾ ഹല്ലേലൂയാണ്, നിങ്ങൾ ഇത് വിട്ടുമാറണം, വിഗ്രഹങ്ങൾ വിട്ടുമാറണം, ഇതെല്ലാം പറയുമ്പോഴും ഹല്ലേലൂയ ദൈവത്തിന്റെ അവര് കേട്ടനുസരിക്കാതിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഹല്ലേലൂയ കോപം അവരുടെ മേൽ വരും. അങ്ങനെ ഇസ്രായേൽ ജനത്തിന് നമ്മൾ കാണുന്നുണ്ട്. ബാബേൽ രാജാക്കന്മാർ വന്ന് തടവിലാക്കി ചങ്ങലക്കിട്ടും ഒക്കെ കൊണ്ടുപോകാൻ കാരണം എന്താ? അവരെല്ലാം ദൈവത്തോട് എതിർത്ത് നിന്നപ്പോൾ മഹത്തായ പ്രതിഫലമായ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് അവരെന്തിന്റെയൊക്കെ പിന്നാലെ ഓടിപ്പോയപ്പോഴാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ദൈവമാണ് നമ്മുടെ അതിമഹത്തായ പ്രതിഫലം എന്ന് പറയുമ്പോൾ ആ ദൈവത്തെ വിട്ടിട്ട് മറ്റെന്തൊക്കെയോ നേടാനായിട്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിക്കും. നമ്മുടെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ആ ദൈവം നമുക്ക് എന്താ പറയാ ഒരു പാട്ടിനകത്ത് എഴുതിയിട്ടുണ്ട് അഭിഷേകം എന്റെ സമ്പത്താണ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. കാരണം വെച്ചാൽ അവിടെ പറയുന്ന മറ്റു ഒന്നിനെ എല്ലാത്തിനെക്കാട്ടി നമ്മൾ പുതിയ നിയമ വിശ്വാസികൾ എപ്പോഴും വില കൊടുക്കേണ്ട ഒരു കാര്യമാണ് അഭിഷേകത്തിന്. ഹല്ലേലൂയ. അപ്പൊ ആ ദൈവത്തിന്റെ അഭിഷേകം നമ്മളിലേക്ക് വരുമ്പോൾ അത് ദൈവത്തിന്റെ അതോറിറ്റിയാണ്. കാരണം വെച്ചാൽ അഭിഷേകം എന്ന ശക്തിയാണ്. ഹല്ലേലൂയ. അത് ദൈവം നമുക്ക് തരുന്ന അതോറിറ്റിയാണ്. ഈ അതോറിറ്റി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ സമ്പത്തായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ ആ സമ്പത്തിനെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് ഈ ലോകത്തിൽ എന്തെങ്കിലും സമ്പത്ത് നേടാനായിട്ട് ഓടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മുടെ സമ്പത്ത് എങ്ങനെ അഭിഷേകത്തെ നമുക്ക് ദൈവം തരുന്ന അഭിഷേകത്തെ ഈ അധികാരത്തെ എങ്ങനെ നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റും? നമ്മുടെ പ്രവൃത്തി കാരണം നഷ്ടപ്പെടുത്തി കളയാൻ പറ്റും. നമ്മൾ ആദ്യം നമ്മളിൽ വെച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ എന്തിന്റെങ്കിലും ഈ ലോകത്തിന്റെ ലോകത്തിന് വേണ്ടി നമ്മൾ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതറിയാതെ നമ്മളെ നഷ്ടപ്പെടുന്നുണ്ട്. പലപ്പോഴും ആരും മനസ്സിലാക്കുന്നില്ല ഹല്ലേലൂയ ഇത് നഷ്ടപ്പെട്ടു പോകുന്നത്. പക്ഷെ തിരിച്ചറിയണം നമ്മൾ ഇത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവം പാപമുള്ളിടത്ത് ഹല്ലേലൂയ ദൈവത്തിന് ഇരിക്കാൻ കഴിയത്തില്ല. അല്ലെ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ആ പാപമുള്ളിടത്ത് നമ്മുടെ ശരീരത്തിൽ ഹല്ലേലൂയ അത് പാപം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവിടുന്ന് ഇത് അറിയാണ്ട് ഈ ശക്തി ചോർന്നു പോകുന്നതായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ടാണ് പലപ്പോഴും വളരെ വളരെ അഭിഷേകത്തോടെ അധികാരത്തോടെ പല ശുശ്രൂഷിച്ചവർക്ക് അത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയാത്ത, നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഞാൻ പറയും എല്ലാ ദിവസവും ഒരു വിളക്ക് ഹല്ലേലൂയ നമുക്ക് വിളക്കൊക്കെ പണ്ട് കത്തിക്കുന്നവർക്ക് അറിയാം, വിളക്കൊക്കെ തേച്ച് മിനുക്കി അത് കത്തിച്ചില്ലെങ്കിൽ അത് ഇതിന്ന് മങ്ങാൻ തുടങ്ങും. കാരണം അതിനകത്ത് ക്ലാവ് പിടിച്ചിട്ട് ഹല്ലേലൂയ വീടുന്ന എണ്ണയും തിരിയൊന്നും മര്യാദയ്ക്ക് കത്താതായിട്ട് അത് മങ്ങിപ്പോ. അതുപോലെ നമ്മളൊരു വിളക്ക് തേച്ച് മിനുക്കി വെക്കുന്ന പോലെ എല്ലാ ദിവസവും അത് വൃത്തിയാക്കി സൂക്ഷിക്കണം എന്നുള്ളത് ഇത് നമ്മളുടെ നിൽക്കുന്ന അഭിഷേകത്തെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അത് ഏറ്റവും അത്യാവശ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ വന്ന വചനത്തിലേക്ക് തിരിച്ച അപ്പൊ ഇത് നമ്മുടെ അതിമഹത്തായ പ്രതിഫലമാണ്. അല്ലെങ്കിൽ ഇത് ഞാൻ നിനക്ക് തരും, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇത് കൊണ്ടുപോകും, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ ഇത് ചെയ്യിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ദൈവത്തോട് തിരിച്ച് പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന കാരണം നമ്മൾ അത് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ വരെയൊക്കെ നമ്മൾ കാണാം അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ചും അബ്രഹാം പറയാം. അതിന് മുമ്പത്തെ അധ്യായത്തിൽ അബ്രഹാം ഡിക്ലെയർ ചെയ്തൊരു കാര്യം നീ എന്നെ വലിയവനാക്കിയെന്ന് പറയരുത് എന്ന് പറയുമ്പോൾ എനിക്ക് ദൈവം തന്നെ തരണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ദൈവം നേരിട്ട് ഞാനാകുന്നു പറയുമ്പോൾ അബ്രഹാം അതിന് എനിക്കറിയത്തില്ല ഞാൻ അബ്രഹാം പ്രതീക്ഷിച്ചത് വേറെ രീതിയിൽ അപ്പൊ ചിലപ്പോൾ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് അബ്രഹാമിന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടോ എന്താ നമുക്ക് മനസ്സിലാകാം. പക്ഷെ ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെയൊക്കെ തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളുടെ ബന്ധം വെച്ച് റിലേഷൻഷിപ്പ് വെച്ച് ഇവിടെ അബ്രഹാം അതിനുശേഷമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാം പോയിട്ട് പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ദൈവം അതിനെല്ലാം മറുപടി പറയുന്ന അത്രയും അബ്രഹാമിനെ സ്നേഹിതനെന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അതൊരു ശാപത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണാം. അപ്പൊ അബ്രഹാമിന്റെ ഈ ഒരു വിഷയം കാരണമാണ് ഈ എന്താ പറയാ നമ്മൾ ചിലർ പറയുന്നുണ്ട് ആ പ്രാവിനെ അത് പറഞ്ഞു ഒരു പ്രാവിനെ പിളർന്ന റാഞ്ചൽ പക്ഷി ഇവിടെ പറഞ്ഞ പക്ഷികളെ എല്ലാം വെച്ച് പാകളെ നേരം വെച്ച് പക്ഷികളെ അവർ പിളർന്നില്ല. അപ്പൊ ആദ്യം പിളരാതിരുന്നത് കൊണ്ടാന്ന് പറയുന്നത് അവിടെ ഇപ്പം ഉറങ്ങിപ്പോയത് കൊണ്ടാന്ന് പറയുന്നത്. അങ്ങനെ പലവിധ കാര്യം എന്താണെങ്കിലും 400 സംവത്സരത്തേക്ക് സ്വന്തം ജനത്തിന് അടിമത്തത്തിലേക്ക് പോകാൻ കാരണമായി ഈ ഒരു സംഭവമാണ് നമുക്ക് മനസ്സിലാവും.
അങ്ങനെ 400 സംവത്സരം വരെ മിസ്രയീം ദേശത്ത് പോയി ജോസഫും മുന്നമേ പോയി. അതിനുശേഷം ബാക്കിയുള്ളവർ യാക്കോബും ഫാമിലിയും ചെല്ലുന്നതായിട്ട് പിന്നീട് അവിടെ നിന്ന് അവര് 430 സംവത്സരം കഴിയുമ്പോഴാണ് അവിടെ നിന്ന് പുറപ്പെടുന്ന മോശയുടെ നേതൃത്വം. പക്ഷെ അവിടെ വരെ അതുവരെ ആ സമയത്ത് അവരെ പീഡിപ്പിക്കുന്നതായിട്ടും അവർ ഒരുപാട് കഷ്ടതയിലേക്ക് പോകുന്നതായിട്ടും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അവിടുന്ന് അവരെ മടക്കി കൊണ്ടുവരുന്ന അധ്യായമാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ സംഭവിക്കാൻ കാരണം അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലത് വീഴുന്നത് തലമുറയായി നിൽക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും എപ്പോഴും നമ്മൾ മാത്രമായിട്ട് അത് ഒതുങ്ങത്തില്ല. കാരണം നമ്മുടെ വരും തലമുറകളിലേക്ക് അത് അതിന്റെ എഫക്റ്റുകൾ എത്തും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അബ്രഹാം ദാവീദിനെ നമ്മൾ എപ്പോഴും പഠിക്കും. മനസ്സിലായി ദാവീദ് എപ്പോഴും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ദാവീദിന്റെ മേൽ വന്ന ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണ്, നിന്റെ സന്തതിയെ ഞാൻ എപ്പോഴും ഞാൻ ഓർക്കും എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ സന്തതിക്ക് എപ്പോഴും ഒരു സീറ്റ് ദൈവം കരുതി വെച്ചു. അപ്പൊ ദാവീദിന്റെ പേരിൽ ദാവീദിനെ ദൈവം ഓർത്തത് കൊണ്ടാണ് അവരെ പൂർണ്ണമായി നശിപ്പിച്ച് കളയാതെ ദൈവം വെച്ചിരുന്നതിന്റെ കാരണം ദാവീദിന്റെ അതിനുശേഷം വന്നവരുടെ പ്രവൃത്തികൾ ഒന്നും ദൈവഹിതമല്ലാത്ത ഒത്തിരി പേരുണ്ടായിരുന്നു. ദൈവത്തിന് കോപിപ്പിച്ചതും അവരവരുടെ വഴി നടന്നതും എല്ലാം മ്ലേച്ഛ വിഗ്രഹങ്ങളെ കൊണ്ടുപോയി ആരാധിക്കുകയൊക്കെ ചെയ്തിട്ടും അപ്പൊ അവിടെയൊക്കെ ദൈവം അവരോട് ക്ഷമിക്കാനൊക്കെ കാരണം ദാവീദിനെ ഓർത്തത് കൊണ്ട്. അപ്പൊ ദാവീദിന്റെ ആ പേരിൽ വീണ ആ ബ്ലെസ്സിങ് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇനി അത് നിലനിൽക്കുമെന്ന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഭരണം ചെയ്യും ദാവീദിന് ആ സമയത്ത്. അപ്പൊ ദൈവം ഇന്നും കർത്താവ് യേശുക്രിസ്തുവിനെ പോലും ദാവീദിന്റെ സന്തതി എന്ന് പറയുക. അപ്പൊ ദാവീദിനെ ദൈവം ഇങ്ങനെ ഇത്രയും വർഷങ്ങൾ നമ്മൾ ആലോചിച്ചോ, ദാവീദ് ജനിച്ച് മരിച്ചതിന് ശേഷം ഇപ്പൊ എത്ര വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ ആ സമയത്തെല്ലാം ദാവീദിനെ ദൈവം ഓർക്കുന്നെങ്കിൽ ദാവീദ് ദൈവമായിട്ടുണ്ടാകുന്ന ബന്ധത്തിലും ദാവീദിന്റെ ആ നിഷ്കളങ്കതയും ദാവീദ് ദൈവത്തെ ഹൃദയപൂർവ്വം ദൈവത്തെ സേവിച്ചതും ഒക്കെയാണ് കാരണം. അപ്പം അവിടെയൊക്കെ ദാവീദിനെ ഇത്രത്തോളം ഓർക്കുന്നെങ്കിൽ നമ്മൾ ഓരോ ആൾക്കാരും നമ്മുടെയൊക്കെ പ്രവർത്തികൾ നമ്മുടെ തലമുറകളിലേക്ക് നമ്മളെ പലപ്പോഴും ദൈവം നമുക്ക് ചില ചാൻസുകളൊക്കെ തന്നിട്ട് നമ്മൾ നന്നാകുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് പ്രയോജനപ്പെടുത്തുന്നില്ല, നമ്മളത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മള് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുക, നമ്മൾ ദൈവം പറയുന്ന കേട്ടനുസരിക്കുക, നമ്മുടെ ശുശ്രൂഷയാകട്ടെ ആരാധനയാകട്ടെ ദൈവത്തെ സേവിക്കുന്നതാകട്ടെ അത് ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കതയോട് സത്യസന്ധമായി നീതിയോട് നമ്മൾ ചെയ്തിട്ടില്ല, അങ്ങനെ നമ്മൾ അന്യായമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഗുണമാകട്ടെ ദോഷമാകട്ടെ നമ്മളിലൂടെ മാത്രം തീരത്തില്ല, അത് തലമുറയിലേക്ക് വരും. അപ്പൊ ഈ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. കാരണം പലപ്പോഴും ഇത് പലരും തിരിച്ചറിയുന്നില്ല, പലരും പല വഴിയിലൂടെയും പോയിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ വിചാരം ആമേൻ ഇപ്പൊ ഈ കാണുന്നതേ ഉള്ളൂ ഈ ലോകത്തിലെ അതിനുശേഷം മുൻപോട്ടുള്ള കാര്യങ്ങളൊന്നും അവരെ ബാധിക്കത്തേ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറയാൻ പോലും അറപ്പ് തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ പറയാൻ പോലും പേടി തോന്നുന്ന രീതിയിൽ പലരും പലതും കാട്ടിക്കൂട്ടുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാണിച്ചു കൂട്ടുന്നതിന്റെയൊക്കെ പ്രതിഫലം എന്റെ തലമുറയായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പല ആൾക്കാരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആഹാബിനെ എടുത്താൽ ഇസബേൽ ആഹാബിന്റെ ഒക്കെ സന്തതിയൊക്കെ വരുന്ന കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. കാരണം അവരൊക്കെ ഏതൊക്കെ വഴിയിലൂടെ എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളത്. അതുപോലെ നമുക്ക് അറിയാം അബ്രഹാമിന്റെ കൂടെ തന്നെ ഇറങ്ങി യാത്ര ചെയ്ത് ലോത്ത് എന്താ പറയുക നീരോട്ടമുള്ളതൊക്കെ ആയിട്ട് അവിടെ ആ ദേശം തിരഞ്ഞെടുത്തിട്ട് ലോത്തിന്റെ പറയാ കൂടാരം മാറ്റി അടിച്ച് എവിടേക്കാ സോതോം ഗോമറയിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ആ പട്ടണത്തിലേക്ക് ചെല്ലുന്ന രീതി. അപ്പൊ അവിടെ ആ പട്ടണത്തെ കുറിച്ച് നമുക്ക് മ്ലേച്ഛം എന്ന് പറഞ്ഞ പട്ടണം, പക്ഷേ അവിടെ ലോത്ത് നീതിമാൻ ആയിരുന്നു എഴുതുമ്പോഴും പക്ഷെ ലോത്തിന്റെ കണ്ണ് അങ്ങോട്ട് അടുത്തടുത്ത് ആ കൂടാരം മാറ്റി അടിച്ച് അവിടേക്ക് എത്തുന്ന രീതിയിൽ ലോത്ത് ചെല്ലുക ചെയ്യുന്ന ലോത്ത് അതിലേക്ക് കയറി. കാരണം ലോത്തിനെ പ്രേരിപ്പിച്ചത് എപ്പോഴും ഈ ലോകത്തിന്റെ കാര്യങ്ങളാണ്. അങ്ങനെ ലോത്ത് പോയതുകൊണ്ട് എന്ത് പറ്റി? ലോത്തിന്റെ തലമുറയെ കുറിച്ച് നമുക്ക് കാണുന്നുണ്ടല്ലേ, അവര് മോബാബിരൊക്കെ 10 തലമുറ വരെ ദൈവസന്നിധി വരാൻ പോലും പറ്റാത്തത്രേ ശാപത്തിന് കീഴിലായി മാറുന്നതാണ്. അപ്പൊ നമ്മുടെയൊക്കെ സന്തതി നമ്മൾ അല്പം ബുദ്ധിമുട്ടിയാലും അല്പം പ്രയാസപ്പെട്ടാലും അല്പം ഞെരുക്കത്തിൽ പോയാലും അപ്പൊ അല്പം എന്താ പറയാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ഭാരങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നും സാരമില്ല, നമ്മൾ ഇച്ചിരിയൊക്കെ സഹിച്ചാൽ. പക്ഷെ പലരും നമ്മളെ കുറ്റം പറയായിരിക്കും, ചുറ്റുപാട് നിൽക്കുന്ന പക്ഷെ ഇപ്പൊ നമ്മുടെ തലമുറ തന്നെ നമ്മളോട് ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ അത് കേട്ട് ഭാരപ്പെടാനല്ല നമ്മൾ ദൈവസന്നിധിയിൽ സത്യസന്ധമായ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്
ഉണ്ടെങ്കിൽ ഹല്ലേലൂയ എനിക്ക് ഒരു നാളും ഒരു കുഴപ്പവും വരില്ല. കാരണം എന്റെ ദൈവം എന്നോട് പറഞ്ഞേക്കുന്നത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. അല്ലെ ദൈവമാണ് എന്റെ പ്രതിഫലം, അല്ലെ ദൈവമാണ് എന്റെ സമ്പത്ത് ഹല്ലേലൂയ എന്ന് വിചാരിച്ച് നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സന്തതിയുടെ മേൽ സന്തതിയുടെ മേൽ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തം പറഞ്ഞ കണക്ക് ഹല്ലേലൂയ ഈ അനുഗ്രഹം ഹല്ലേലൂയ അപ്പൊ ദൈവം അല്ലെ അവരെ അനുഗ്രഹിക്കുമെന്നുള്ള നമ്മുടെ ഉറപ്പായിരിക്കണം. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ തലമുറയ്ക്കൊക്കെ വേണ്ടി സേവ് ചെയ്തൊക്കെ വെക്കണം. കാരണം അവർക്ക് വേണ്ടിയിട്ടൊക്കെ സേവ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അവരുടെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തോന്ന് ചെയ്യുമെന്ന്. അല്ലെ പല ദൈവത്തിന്റെ വേല ചെയ്യുന്നവരും പറയാറുണ്ട് ഇത്. കാര്യം നമ്മള് ചിലതൊക്കെ കിട്ടുമ്പോ ചിലതൊക്കെ സേവ് ചെയ്ത് വെക്കണം. ഞാൻ അതിനൊക്കെ കാരണം അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാൽ നമ്മള് കൊണ്ട് സേവ് ചെയ്ത് ബാങ്കിൽ വെക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ചെയ്യണം എന്ന് കമ്പൽസറി ആയിട്ട് പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയും ഹല്ലേലൂയ ദൈവത്തിന് വിശ്വാസം ഇല്ലാത്തവരാ അതൊക്കെ പറയുന്നത്. അല്ലെ എന്റെ ദൈവത്തെ എനിക്ക് വിശ്വാസമാണെങ്കിൽ നമ്മൾ നടത്തിയ ദൈവം അവരെയൊക്കെ അത് പറയുന്ന ആൾക്കാർ പലരും നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഹല്ലേലൂയ അവരൊക്കെ ഹല്ലേലൂയ ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിയിട്ട് ദൈവമാണ് അവരെ നടത്തിയത്. അവരെ ദൈവം നിർത്തുന്ന ദൈവമാണ്. ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ദൈവം. ആ ദൈവം കൂടെ നിൽക്കുമ്പോഴാണ് പറയുന്നത് മക്കളെ പഠിപ്പിക്കാനായിട്ടും മക്കളുടെ വിവാഹത്തിനായിട്ടും മക്കളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കായിട്ടും ഹല്ലേലൂയ എന്താ പറയാ എല്ലാ മാസവും എന്തെങ്കിലും ഒന്ന് നിക്ഷേപിച്ച് ഹല്ലേലൂയ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് വെക്കണമെന്ന് ഹല്ലേലൂയ. അപ്പൊ ഈ നിക്ഷേപിച്ച് വെക്കുന്നൊക്കെ അവിടെ ഇരിക്കട്ടെ. ഒരു രോഗം വന്നാൽ അതൊക്കെ തീരുന്നേ ഉള്ളൂ ഹല്ലേലൂയ. പക്ഷേ അവിടെ അത് നിക്ഷേപിച്ച് വെക്കാതെ പോയിട്ട് എന്റെ ദൈവം എന്നെ നോക്കുമ്പോൾ ഇതുവരെ നടത്തിയ ദൈവത്തിന് അറിയാൻ നടത്താൻ. അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ എന്റെ മോളോട്ട് എന്നിട്ട് ഇങ്ങനെ വിവാഹക്കാരിയൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോലെ എന്റെ അമ്മയുടെ എവിടെ നിന്നാ കാശിരിക്കുന്നത്. ഇപ്പൊ കല്യാണക്കാരെയൊക്കെ എന്നെ കെട്ടിച്ചിട്ട് അമ്മയ്ക്ക് എന്താ കിടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ കല്യാണത്തിന് ഞാനല്ല കാശുണ്ടാക്കി വെക്കേണ്ട ഹല്ലേലൂയ അത് നടത്തുന്ന ദൈവമാണെങ്കിൽ ആ സമയത്ത് ദൈവം സകലം തരും. എന്റെ കയ്യിൽ ഒരു പൈസ പോലും ഉണ്ടായിരിക്കത്തില്ല ആ സമയത്ത്. ഞാൻ വിശ്വാസിയല്ല. അവിശ്വാസി ഇരിക്കുന്ന സമയത്ത് പോലെ ഞാൻ വീട് പണി തുടങ്ങുമ്പോൾ എന്റെ വലിയ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല ഹല്ലേലൂയ. പക്ഷെ എനിക്ക് വീട് പണിയാനായിട്ട് അന്നേരം തോന്നി ഞാൻ വീട് പണിയാൻ തുടങ്ങി. പക്ഷെ 6 മാസം കൊണ്ട് ഞാൻ വീട് പണിഞ്ഞു പാല് കാച്ചി അത് അന്നത്തെ സമയത്ത് രണ്ട് നല്ല വീട് നല്ലതായിട്ട് എല്ലാം ചെയ്ത കാര്യം. അന്ന് നമ്മുടെ കയ്യിൽ കാശ് കൂട്ടി വെച്ചിട്ടൊന്നുമില്ല. കാരണം ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്ന കാര്യം വെച്ചാൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്റ്റെപ്പ് വെച്ചാൽ ദൈവം ബാക്കി ചെയ്യും ഹല്ലേലൂയ. അപ്പൊ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനൊക്കെ നമ്മളെല്ലാം ഒരുക്കി വെച്ചിട്ട് കുഞ്ഞുങ്ങളെ കെട്ടിക്കാനൊന്നും ആരും ഇരിക്കില്ല ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിവാഹത്തിന്റെ സമയമാകുമ്പോൾ നമ്മുടെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ അവിടെ ദൈവം അത് ചെയ്തിരിക്കും ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ മേലെല്ലാം കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന ദൈവം ഒന്നുമല്ല. നമ്മുടെ ആവശ്യ സമയത്ത് ദൈവം പ്രവർത്തിക്കും. അല്ലെ വീടില്ലാത്ത ഇവിടെ ലോകത്ത് വീടില്ലാത്തവരാരും സങ്കടപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് അവിടെ നമുക്ക് വേണ്ടിയിട്ട് ഭവനം പണിഞ്ഞുകൊണ്ടേയിരിക്കുക. നല്ല സുന്ദരമായിട്ട് അത് പണി വെക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഉണ്ട് നമുക്ക് വീട്. വീടില്ലാലും പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വാടക വീട്ടിൽ താമസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇതിനെ കേൾക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് വീടില്ല എന്ന് വിഷമമൊന്നും വേണ്ട. സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ അതിമനോഹര വീട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നവരുടെ കർത്താവ് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നമുക്ക് ശാശ്വതമായ വീട് അവിടെയുണ്ട് ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ബാങ്ക് ലോൺ എടുത്തും കടം മേടിച്ചും ഒന്നും ആരും വീട് പണിയാനും നിൽക്കരുത് ഹല്ലേലൂയ. കാരണം ദൈവം നമുക്ക് തരണമെങ്കിൽ തരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെച്ച് ഞാൻ നേരത്തെ ഒരു പാസ്റ്ററുടെ കാര്യം കഴിഞ്ഞ ദിവസം ആരോ എന്നോട് വീടിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ആരോടാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞത്. എനിക്കറിയുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു പണ്ട് നേരത്തെ ഇവിടെ തമിഴ്നാട്ടിൽ മലയാളിയാണ്. പക്ഷെ തമിഴ്നാട് സെല്ല് അദ്ദേഹം വീട് പണിയാനായിട്ട് ദൈവം പറഞ്ഞു വീട് പണിയാൻ പറഞ്ഞു. അതായത് ഭാര്യ വീട്ടിൽ നിന്ന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞ കാര്യമാണ് സാക്ഷ്യമാണ്. പുള്ളി പറഞ്ഞു പുള്ളിയുടെ കയ്യിൽ വെറും 6,500 രൂപയുണ്ട് കയ്യില്. പുള്ളി അത് വെച്ചിട്ട് ദൈവം കൊടുത്ത പ്ലാനിൽ പുള്ളി അറിഞ്ഞ് 2 നില വീട് അതിന് മേലിൽ ഒരു ഹല്ലേലൂയ ഷീറ്റ് ഇട്ടിട്ട് പ്രാർത്ഥനയ്ക്കേറ്റ സ്ഥലം എന്ന് വെച്ചാൽ 3 നില നോക്കിക്കോണം ഹല്ലേലൂയ. പുള്ളിയുടെ കയ്യിൽ 6,500 രൂപയുണ്ട്. പുള്ളി ഇതും വെച്ചുകൊണ്ട് തന്നെത്താനെ ഹല്ലേലൂയ വാനം വെട്ടി വീടിന് വേണ്ടി വാനം വെട്ടി. അപ്പൊ ഭാര്യ ഒന്ന് കളിയാക്കി. പിന്നെ 6,500 രൂപയും വെച്ചിട്ട് വീട് പണി ഇറങ്ങിയൊക്കെ പുള്ളി വാനം വെട്ടി ഹല്ലേലൂയ. ആ പൈസയും കൊണ്ട് ജോലിക്കാരെ നിർത്തി കൂടെ നിന്നിട്ട് വാനം വെട്ടി വീട് പണി തുടങ്ങാനായിട്ടുള്ള പരിപാടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് അതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഹല്ലേലൂയ അത്രയും മാത്രം ചെയ്ത് അപ്പം ശരിക്കും ഭാര്യ കൂടെ കളിയാക്കുകയും ചെയ്തു. ഇത്രയും വലിയ വീട് പണിയാൻ 6,500 രൂപ ആയ കയ്യിൽ. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ കറൻസി നിരോധനം വരുന്നത് ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹത്തിന്റെ അയലത്തുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് ആമേ ഹല്ലേലൂയ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് ഞാൻ തരാം ഹല്ലേലൂയ. പിന്നെ എപ്പോഴേലും കിട്ടുമ്പോ എനിക്ക് തന്നാ മതി. പുള്ളി കാശ് കൊടുത്ത് പുള്ളി 65 ലക്ഷം രൂപ മുടക്കി ഹല്ലേലൂയ ആ വീട് ദൈവം പറഞ്ഞ അത്രയും വലിയൊരു വീട് ഹല്ലേലൂയ പണിഞ്ഞ് തീർത്തു ഹല്ലേലൂയ. കാരണം വേറെ 6,500 രൂപയും കൊണ്ട് വീട് പണി തുടങ്ങിയ മനുഷ്യൻ 65 ലക്ഷം രൂപയുടെ വീട് പണിഞ്ഞ് സ്വന്തം കയ്യിലെ കാശല്ല മറ്റുള്ളവരുടെ കയ്യിലെ കാശ്
എന്നിട്ട് എപ്പോഴും പറയും കറൻസി നിരോധനം വന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അപ്പൊ എന്നോട് അപ്പൊ ഇതാണ് ദൈവം ഒരു കാര്യം പറഞ്ഞ പൊട്ടനെ പോലെ ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രം മതി. അല്ല നമ്മളൊക്കെയാണ് പിന്നെ 6000 രൂപയും കൊണ്ട് പോയിട്ട് വീട് പണിയാൻ തുടങ്ങിയിട്ട് നാട്ടുകാർ മൊത്തം കളിയാക്കാനായിട്ട് ഇതൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആർക്കുണ്ട് ഈ ഒരു ധൈര്യം ചെയ്യാനായിട്ട്? ഹല്ലേലൂയ. ഇവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഒരു സ്റ്റെപ്പ് വെച്ചപ്പോ ഹല്ലേലൂയ ദൈവം അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയതുപോലെ ഇങ്ങനെ ആയിരിക്കണം ദൈവത്തിന്റെ കാര്യം. ദൈവം പറഞ്ഞൊരു കാര്യം നീ തുടങ്ങിക്കോ, അല്ലെ നീ സ്റ്റാർട്ട് ചെയ്ത് നിനക്ക് ഇന്നത് ഞാൻ തരുമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അവിടെയൊക്കെ നമ്മൾ സമ്പാദിച്ചു കൂട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ ഏത് ബാങ്കിൽ പോയിട്ട് ലോൺ കിട്ടുമെന്ന് അന്വേഷിച്ചിട്ടല്ല വീട് പണി തുടങ്ങേണ്ടത്. ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം, ഞാനാണ് നിന്റെ മഹത്തായ പ്രതിഫലം. ആ പ്രതിഫലം ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിന് നമുക്ക് ചെയ്തു തരാൻ കഴിയാത്ത ഒന്നുമില്ല. ഹല്ലേലൂയ. അപ്പൊ അനേകർ അതുപോലെ വിശ്വസിച്ചവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നുണ്ട്. നമ്മളിന്ന് നോക്കുമ്പോൾ ശരിയാണ്, നമ്മുടെ സാഹചര്യത്തെ വെച്ച് നോക്കാൻ പറ്റത്തില്ല. നമ്മുടെ കഴിവ് വെച്ച് നോക്കാൻ പറ്റത്തില്ല. അതാണ് സത്യമെങ്കിൽ അല്ല അതാണ് നമ്മുടെ യാഥാർത്ഥ്യമെങ്കിൽ സത്യം അതല്ല. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. എന്റെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ദൈവമാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സകലം സൃഷ്ടിച്ച ദൈവമാണ്. ദൈവത്തിന്റെ ഒരു വാക്കിൽ ഈ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന് നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാനായിട്ട്, നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല. ആ ദൈവം പറയുകയാണ് ഹല്ലേലൂയ ഞാൻ കൂടെ ഉണ്ട് കേട്ടോ. പേടിക്കണ്ട എന്ന് പറയുമ്പോ ഹല്ലേലൂയ എത്ര പേർക്ക് ധൈര്യത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ അവിടെയൊക്കെ ദൈവത്തെ സംശയിക്കരുത്. ദൈവത്തോട് ചിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. നമ്മൾ ദൈവമായിട്ട് ബന്ധത്തിൽ നമുക്ക് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് ദൈവത്തോട് പിണങ്ങാം, പരിഭവിക്കാം, വഴക്കിടാം. അതൊക്കെ പക്ഷെ നമ്മൾ ബന്ധത്തിൽ നിന്നായിരിക്കണം. ഒരപ്പനും മകളും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ഹല്ലേലൂയ ആ ബന്ധത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഗേൾ സിസ്റ്ററൊക്കെ ചിലപ്പോഴൊക്കെ പറയുന്നൊക്കെ അപ്പനോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇതെന്താ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര പക്ഷെ ഇത് ചോദിക്കുന്നത് അത്രത്തോളം ഡീപ്പ് റിലേഷനിൽ, അത്രത്തോളം ഫെലോഷിപ്പിൽ നമ്മൾ ആയിരിക്കുന്നെങ്കിൽ നമ്മുടെ മക്കളൊക്കെ പലരെയും കാണാറുണ്ട്. ചില കുടുംബത്തിലെ ചില കുഞ്ഞുങ്ങൾ അപ്പന്റെ ഒക്കെ തോളത്തിൽ ചാടിക്കയറും അല്ലേ? ചില കാര്യങ്ങളൊക്കെ ചോദിക്കും, പറയുകയും എടുക്കുകയും. പക്ഷെ ചില കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല, അകന്ന് നിൽക്കത്തേ ഉള്ളൂ. കാരണം വെച്ചാൽ അത്രത്തോളം സ്വാതന്ത്ര്യം എടുക്കത്തില്ല. കാരണം ഇതെന്ന് വെച്ചാൽ എന്താ, മിക്കവാറും ഇളയ മക്കളൊക്കെ ആയിരിക്കും ഭയങ്കര ഫ്രീ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് അപ്പനെ തോളിലേക്ക് ചാടിക്കയറി ഇരിക്കുക. എന്ന് വെച്ചാൽ അവരും അപ്പനും തമ്മിലുള്ള ബന്ധമാണത്. പോക്കറ്റിൽ കയറി കൈയിടും, പോക്കറ്റിൽ ഇരിക്കുന്ന പൈസയൊക്കെ എടുക്കും, ഇങ്ങനെ മൊബൈൽ പിടിച്ചെടുക്കും. ഇതൊക്കെ കുഞ്ഞുങ്ങൾ ചെയ്യാറ്. കാരണം ഇത് ചെയ്യുന്ന വെച്ചാൽ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ചെയ്യാൻ. പക്ഷെ മൂത്ത ആൾ അല്ലെങ്കിൽ ചെറുതായിട്ട് ആൾ അങ്ങനെ ചെയ്യത്തില്ല. എന്ന് ചോദിച്ചാൽ നമ്മൾ അപ്പനുമായിട്ട് ബന്ധത്തെ നമുക്ക് ചോദിക്കുക, സംശയങ്ങൾ അബ്രഹാം ചോദിക്കുന്ന പോലെ. പക്ഷെ അത് ചോദ്യം ചോദിക്കുമ്പോൾ അത് ദൈവത്തെ സംശയിച്ചു കൊണ്ടായിരിക്കും നമ്മൾ ദൈവത്തെ അല്ലെങ്കിൽ ദൈവം പറയുന്ന വാക്കുകളെ കേൾക്കുക അതായിരിക്കും. അപ്പൊ നമ്മൾ ദൈവം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ പറഞ്ഞ കാര്യം തന്നെ. അപ്പൊ ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റത്തില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. അവിടെ ദൈവം ഇപ്പൊ പറയാണ് മിനി ഇട്ടിരിക്കുന്ന ഉടുപ്പ് പച്ചയാണല്ലോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പച്ചയല്ല ഇട്ടേക്കുന്നത് അറിയാം. പക്ഷെ അത് പച്ചയാന്ന് ദൈവം പറയത്തില്ല. ഇനി പറഞ്ഞാൽ ദൈവം അത് പറയുമ്പോ തന്നെ ഇത് പച്ചയായി മാറിയിരിക്കും. ഹല്ലേലൂയ. പച്ച കളർ അല്ലേ? അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ നോഹയെ വിളിച്ച് ദൈവം പറഞ്ഞു, നോഹയോട് പറഞ്ഞു, നോഹ നീ ഒരു പെട്ടകം പണിയണം, ഇന്ന അളവിൽ പണിയണം, ഇന്ന വലിപ്പത്തിൽ പണിയണം, എല്ലാത്തിനും കറക്റ്റ് മെഷർമെന്റ് ഡയമെൻഷൻസ് എല്ലാം ദൈവം കൊടുത്തു. അപ്പൊ നോഹ അത് ചെയ്ത കാര്യം ദൈവം എന്താ നോഹയോട് പറയാൻ കാര്യം? നോഹ അത് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു. ദൈവം ഒരാളോട് കാര്യം പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് ഉറപ്പുള്ളവരോട് ദൈവം പറയത്തുള്ളൂ. അങ്ങനെ ഉറപ്പില്ലാത്തവരോട് ദൈവം അത് സംസാരിക്കത്തില്ല. കാരണം ദൈവം പറഞ്ഞ വാക്കിനെ ദൈവം മാറ്റത്തില്ല, മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ദൈവം പലപ്പോഴും എല്ലാവരോടും സംസാരിക്കത്തിന്റെ കാര്യം. അതുകൊണ്ട് ദൈവം തെരഞ്ഞെടുക്കവരോട് മാത്രം, ദൈവം ചൂസ് ചെയ്തവരോട് മാത്രമാണ് അന്നത്തെ കാലത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് അതന്നെ, നമ്മൾ പുതിയ നിയമത്തിൽ ദൈവം നമ്മുടെ ഉള്ളിൽ ആത്മാവായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പലപ്പോഴും ഗൈഡ് ചെയ്യുന്ന പക്ഷെ ചില വലിയ വലിയ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യം നമ്മളെ കറക്റ്റ് ചെയ്യാനൊക്കെ ദൈവം സംസാരിക്കും. പക്ഷേ ദൈവത്തിന് വേണ്ടിയിട്ട്, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ അത് നമ്മൾ ദൈവത്തോട് പറഞ്ഞ് നമ്മളോട് ദൈവം പറയണമെങ്കിൽ നമ്മൾ അനുസരിക്കുമെന്ന് ഉറപ്പുള്ളവരോട് ദൈവം പറയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ദേവദാസന്റെ സാക്ഷ്യം കഴിഞ്ഞ ദിവസം കേട്ടു. ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. താമച്ചൻ പാസ്റ്ററൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ആകെപ്പാട് കയ്യിൽ 3500 രൂപ എന്റെ കയ്യിലിരിപ്പുണ്ട്. ദൈവം പെട്ടെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ആകെപ്പാട് അവര് അത് കരുതി വെച്ചത് പൈസ ഇരുന്ന്. അദ്ദേഹം ഭയങ്കര വലിയ സഭയുടെ അപ്പോസ്തലൻ പാസ്റ്ററൊക്കെയാണ്. പക്ഷെ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു
ആ ചർച്ചിൽ അന്ന് മീറ്റിംഗ് വന്നൊരു സിസ്റ്റർ നോക്കട്ടെ, നിന്റെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് ആ സിസ്റ്റർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം പുള്ളിക്കാരൻ പെട്ടെന്ന് വൈഫിനോട് പറഞ്ഞു, ദൈവം ഇങ്ങനെ, അപ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ കയ്യിൽ ആ 3000 രൂപ ഉണ്ടായത്, അത് അങ്ങനെ തന്നെ ആ സിസ്റ്റർക്ക് കൊണ്ട് കൊടുത്തു. ഹല്ലേലൂയ. കൊടുത്തിട്ട് ഇവർക്ക് ആ ആഴ്ചയിലെ ചെലവിന് വേണ്ടിയുള്ള പൈസയാണ്. അത് കൊടുത്തു കഴിഞ്ഞ് ദൈവം പറഞ്ഞു കൊടുത്തു പറയാ, എന്നിട്ട് പറയാ അന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ അഭിവൃദ്ധി. ഞങ്ങള് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. അന്നാണ് യഥാർത്ഥമായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ സമ്പത്ത്. പിന്നെ ഇങ്ങോട്ട് ഇന്ന് വരെ സാമ്പത്തികമായിട്ട് അവർ ബുദ്ധിമുട്ടിയിട്ടില്ല. ഹല്ലേലൂയ. അപ്പം സാമ്പത്തിക മാസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ, ഹല്ലേലൂയ, പണ്ട് പോക്കറ്റിൽ ആകപ്പാടുണ്ടായിരുന്ന കാശ് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് പോകണം, എന്താ പറയാ, വണ്ടി പെട്രോൾ അടിച്ചിട്ടാണെങ്കിലും തിരുവനന്തപുരത്ത് മീറ്റിങ്ങിന് പോകണം. അപ്പൊ അങ്ങനെ ഇവര് പോകാനായിട്ട് അങ്ങനെ ഇറങ്ങിയപ്പോ ഒരാളെ കണ്ടപ്പോൾ പെട്ടെന്ന് ദൈവം പറഞ്ഞു, പോക്കറ്റിലെ പൈസ എടുത്ത് നീ അവിടെ കൊടുക്കുന്നത്. അപ്പൊ അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ദൈവമേ നാളെ പെട്രോൾ അടിച്ചു വിടാ. പിന്നെ ഓർത്ത് ദൈവം അല്ലേ പറഞ്ഞു നിർത്തി, പെട്ടെന്ന് അത് പോക്കറ്റിൽ നിന്ന് മൊത്തം എടുത്തിട്ട് പുള്ളിക്ക് കൊടുത്ത്. ഹല്ലേലൂയ. അപ്പൊ പിറ്റേ ദിവസം രാവിലെ പോകുന്നതിന് മുമ്പ് രാവിലെ അധികാലത്ത് എങ്ങനെ പോകണം, പെട്രോൾ അടിക്കണം, ഇതൊക്കെ പറയാൻ നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരു ഫാമിലി ദൈവം കൂട്ടി വരുത്തി അവിടെ പ്രാർത്ഥിക്കാനായിട്ട്. കൊടുത്തതിന്റെ ഇരട്ടിയോ മൂന്നിരട്ടി അങ്ങാണ്ട് അവര് കൊണ്ടുവന്ന് കൈ കൊടുത്ത്. ഹല്ലേലൂയ. അപ്പൊ ദൈവം പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത് നമ്മളെ ഹല്ലേലൂയ കഷ്ടതയിലേക്ക്, ബുദ്ധിമുട്ടിലേക്ക്, പ്രയാസത്തിലേക്ക് അല്ല കൊണ്ടുപോകുന്നത്. അപ്പൊ ദൈവത്തിന് ചില ആൾക്കാരോട് ഇത് പറയുമ്പോൾ അവർ ബുദ്ധിപരമായി ചിന്തിക്കും, അയ്യോ ഞാനിത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തോ നാളെ എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിക്കുന്നവർ ഒരിക്കലും ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കാത്തവരുണ്ട്. അത് ഒരു പ്രാവശ്യമൊക്കെ ദൈവം അത് അവരോട് പിന്നീട് ദൈവം പലതും അവരോട് പറയത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ പൈസയുടെ കാര്യം പറയും, പലർക്കും ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പെട്ടെന്ന് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. അപ്പൊ നമ്മളൊക്കെയാണ് ചിന്തിക്കും, മാനുഷികമായിട്ടുള്ള ചിന്തകൾ അതിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ദൈവം നമ്മളോട് ചിലപ്പോൾ പറയത്തില്ല, ഇതിനെക്കാട്ടി വലിയ കാര്യങ്ങളൊന്നും പറയത്തില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അനുഭവം ഉണ്ട്. എനിക്ക് വേണ്ടി ഒരു ഞാനിവിടെ ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കടം വാങ്ങുന്ന കാര്യം ആലോചിച്ചു. ദൈവം എന്നോട് പറഞ്ഞു, നീ കടം വാങ്ങണ്ട എന്ന് പറഞ്ഞു. നീ കടം വാങ്ങണ്ടെന്ന് ദൈവം പറഞ്ഞു. പറഞ്ഞു കഴിയുമ്പോഴത്തേന് എനിക്ക് 28-ാം തീയതി ബില്ല് അടയ്ക്കണം. 27-ാം തീയതി ആയപ്പോഴത്തേക്ക് രാവിലെ ആയപ്പോഴത്തേനും ഉച്ചയായപ്പോഴത്തേനും ടെൻഷൻ വന്നു. ദൈവമേ, ഇതുവരെ പൈസ ഒന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നാളെ എങ്ങനെ ബില്ലടച്ചിൽ ഇവിടെ കട്ടായി പോലെ വെച്ച് അങ്ങനെ പെട്ടെന്ന് അക്കൗണ്ടിലേക്ക് ഒരു 2000 ദിർഹംസ് വന്നു. ഞാനപ്പം ബില്ല് അടച്ചത് ഇത് ആരാഴ്ചയെന്ന് എനിക്ക് മെയിൽ വരും, ആരെങ്കിലും പൈസ അയച്ചു. അപ്പൊ മെയിൽ നോക്കി കഴിയുമ്പോൾ ആള് മനസ്സിലായി. ഞാൻ വിളിച്ചു ചോദിച്ചു, എന്താ കുഞ്ഞാ നീ ഇത് അയച്ചെന്ന് ചോദിച്ചു. പറഞ്ഞു, അതൊന്നും പറയണ്ട, ഇന്നലെ എന്നോട് ദൈവം പറഞ്ഞു അയക്കാനായിട്ട് പറഞ്ഞു. ഞാൻ മറന്നുപോയി. പക്ഷെ ഇന്ന് ഞാൻ കുളിക്കാൻ ബാത്റൂമിൽ കയറിയപ്പോ എന്നോട് ദൈവം, നീ കുളിക്കുന്ന പിന്നെ അത് ഇറങ്ങിയിട്ട് പൈസ അയക്കണം. അപ്പൊ ആ കുളിക്കാൻ സമ്മതിക്കാതെ ഇറക്കിയിട്ട് ആ പൈസ അയപ്പിച്ചത്. അപ്പൊ ഞാൻ അവിടെ മനസ്സിലാക്കുന്നത്, അവരോട് ദൈവം അത് പറയുമ്പം അവരത് ചെയ്യുമെന്ന്. എന്നുള്ള വിശ്വാസത്തെ കുറിച്ച് ഞാൻ എപ്പോഴും പറയും, അത് കേട്ട ശബ്ദം കേട്ട് അനുസരിക്കുന്ന വ്യക്തികളുടെ വിശ്വാസത്താൽ എന്നോട് ദൈവം പറഞ്ഞു, നീ ആരോടും ചോദിക്കരുത്. ദൈവത്തിന് ഉറപ്പാ, ഞാൻ പറഞ്ഞ എന്റെ കുഞ്ഞ് എന്റെ മകനല്ല, എന്റെ മകള് അത് ചെയ്യും. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറയുന്നത്, നീ അനങ്ങണ്ട, നീ വിഷമിക്കണ്ട, നീ ഇരുന്നോ എന്ന് പറയാം. അപ്പൊ അത് നമ്മളെക്കാട്ടി വിശ്വാസം ദൈവത്തിന്. ദൈവം പറയുന്ന വ്യക്തിയോടാ ദൈവത്തിന് വിശ്വാസം. ആ ദൈവത്തിന്റെ വിശ്വാസമാണ് ദൈവം അവിടെ വെളിപ്പെടുത്തുന്നത്. ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും ഒക്കെ ഇതുപോലെ അനുഭവത്തിലൂടെ വരുമ്പോൾ നമ്മളോട് ദൈവം പറഞ്ഞ് കേട്ട് നമ്മൾ അത് അനുസരിക്കുമ്പോൾ ദൈവം അടുത്ത കാര്യം നമ്മളോട് പറയും. അടുത്ത കാര്യം നമ്മളോട് എപ്പോഴും കൊടുക്കാനല്ല പറയുന്നത് കേട്ടോ. ദൈവത്തിന്റെ വാക്ക് കേട്ട് ഓരോ കാര്യങ്ങളും ദൈവം പറയുന്നത് കേട്ട് പൊട്ടനെ പോലെ അനുസരിക്കുന്നവരുടെ മേലാണ് വീണ്ടും 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 ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിന് വേണ്ടി അവരെ പ്രയോജനപ്പെടുത്താനായിട്ട്, ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ദൈവം അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാൻ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവർ കടന്നു വരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അബ്രഹാമിനെ തള്ളിക്കളഞ്ഞതൊന്നുമില്ല. അബ്രഹാമിന് വന്ന ഒരു ആ ചോദ്യങ്ങൾക്ക് ഒരു തലമുറയിലേക്ക് ഒരു കേഴ്സ് എത്തിയെങ്കിലും അബ്രഹാം പിന്നീട് ദൈവത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ അതുപോലെ നമ്മളോട് ചിലപ്പോൾ ദൈവം സംസാരിക്കാതിരിക്കത്തൊന്നുമില്ല. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിക്കുമ്പോഴും കേൾക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിലേക്ക് എന്താ കണ്ടിന്യൂസ് ആയിട്ട് ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കത്തുള്ളൂ. അപ്പൊ ദൈവത്തെ നമ്മൾ ഏറ്റവും അതിന്റെ മഹത്തായ പ്രതിഫലമായിട്ടല്ല, ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും ദൈവം പറയുന്ന കേട്ട് അതുപോലെ നമ്മൾ അനുസരിക്കണം. പൊട്ടനെ പോലെ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ. നമ്മൾ ഇന്ന് കാണുന്ന പല ഫേമസ് ആയിട്ടുള്ള നമ്മൾ ഇന്ന് വലിയ ഇതായിട്ട് നിൽക്കുന്ന പല ദൈവദാസന്മാരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ അവർ ദൈവം പറഞ്ഞത് പൊട്ടനെ പോലെ അനുസരിച്ചിട്ടുള്ളവരാണ്. ഇന്നും അത് അനുസരിക്കുന്നവർ ഒരു മുഖം നമ്മൾ കാണുന്നില്ല, പക്ഷെ മറ്റൊരു മുഖത്തുകാരെ ദൈവസ്ഥനിൽ വീഴുകയും നിലവിളിക്കുകയും ദൈവം പറയുന്നതല്ല അതുപോലെ അനുസരിക്കുകയും ചെയ്തത്. അപ്പൊ അനുസരണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ദൈവസ്ഥനിൽ. ദൈവം പറയുന്നത് അതൊരു വിശ്വാസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഒരു കറിയൊക്കെ വെക്കുമ്പോൾ എല്ലാ മസാലയും സമമായി ചേർക്കുന്ന പോലെയാണ് ദൈവസന നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര. അവിടെ എന്തെങ്കിലും ഒന്ന് കൂടുതലാ, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്, പക്ഷെ എനിക്ക് ഒട്ടും അനുസരണ ഇല്ലെന്ന് പറഞ്ഞാലോ, പോയില്ലേ.
ഹല്ലേലൂയ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരുപോലെ കറക്റ്റ് പ്രൊപ്പോർഷൻ വന്നാൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയും നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവത്തിന്റെ കൂടെ നടക്കാനും ഒക്കെ സാധിക്കില്ല. അപ്പൊ നമ്മൾ മറ്റെല്ലാം ഈ ലോകത്ത് എന്തൊക്കെ പോയാലും ദൈവം പറയും ഈ ഒരു വാക്യം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. നമ്മുടെ പ്രതിഫലം ആരാച്ച ദൈവമാണ്. അത് മഹത്തായ പ്രതിഫലം. ആ പ്രതിഫലമായവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഒന്നും നമ്മുടെ കൺമുമ്പിൽ കാണാനില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എന്റെ കൂടെയുള്ളത് ആരാ, എന്റെ ദൈവം ആരാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് അവൻ എന്റെ ഉപനിധി അന്ത്യത്തോളം കാക്കാൻ വിശ്വസ്തനെന്ന് എണ്ണണം. അതാണ് നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞത്. നമ്മളോട് ഓരോരുത്തരും ഇതിൽ ഓരോ വചനങ്ങൾ നമുക്ക് ഇന്ന് ഇപ്പം ഈ വചനം കുറെ ദിവസമായിട്ട് എന്റെ വായിൽ ഇങ്ങനെ നിൽക്കുന്ന ഇതെന്താ ദൈവം നമ്മൾ ഈ വചനം അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ ഇത് ഏത് ഉദ്ദേശത്തോട് പറഞ്ഞു, ഇതെങ്ങനെ അബ്രഹാമിന് വെളിപ്പെട്ടു, അങ്ങനെയായിരിക്കും നമ്മളോട് ദൈവത്തിന്റെ ഒരു വചനം നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ദൈവം അതുപോലെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ആ കേൾക്കുന്ന ശബ്ദം നമ്മൾ ദൈവശബ്ദം ദൈവം നേരിട്ട് സംസാരിക്കുന്നതായിട്ടല്ല. ചിലപ്പോൾ നമ്മൾ ഒരു വചനം സംസാരിക്കുമ്പോൾ അവരുടെ വായിലൂടെ കേൾക്കും, അല്ലെങ്കിൽ നമ്മൾ വചനം വായിക്കുമ്പോൾ ഒക്കെ ദൈവത്തിന്റെ വചനം നമുക്ക് വേണ്ടിയിട്ട് പുറപ്പെടാറുണ്ട്. ആ വചനം നമ്മളത് വിശ്വസിച്ച് നമ്മളതിനെ ചാടി പിടിക്കുകയാണെങ്കിൽ ഇത് അന്ന് അവരുടെ ജീവിതത്തിൽ അത് എങ്ങനെ പ്രവർത്തിച്ചു അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കും. ആ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. അങ്ങനെയാണ് ഈ വചനം നമുക്കായിട്ട് കിട്ടുക എന്നല്ല, നമുക്കായി പുറപ്പെടുന്നല്ല, നമുക്കത് വചനത്തിന്റെ പ്രവൃത്തി നമ്മളിലേക്ക് വരുന്നത് നമുക്കായി വന്ന വചനമാണ് നമുക്ക് വരുന്ന ദൂതാണ് മനസ്സിലാക്കുന്നത്. ഈ വചനം അതുപോലെ ഇന്നത്തെ ഈ വചനം ഓരോരുത്തരുടെ ജീവിതത്തിലും അവര് ആ വചനത്തെ നമ്മൾ സ്വന്തമാക്കണം. കാരണം വെച്ചാൽ അബ്രഹാമിന് ദൈവം പറഞ്ഞതാണ് ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ. ഇപ്പൊ ദൈവം പരിചയം നിൽക്കുന്ന ഒരു മനുഷ്യന് തൊടാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. കാരണം ദൈവം പരിചയം എന്ന് വെച്ചാ എന്താ? നമ്മളിന്ന് കാണുന്ന കിടിലത്തട്ടിനെ പോലത്തെ പരിചയത്തിന്റെ കാര്യമില്ല. അന്ന് ദൈവത്തിന് പരിചയം എന്ന് വെച്ചാൽ 4 ചുറ്റും കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അന്നത്തെ പരിചയം. അതുപോലെ തന്നെ ഞാനാണ് പ്രതിഫലം. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ ജോലിക്കും നമുക്ക് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം ഒന്നും ദൈവത്തിന് തുല്യമാകത്തില്ല. അപ്പൊ ദൈവം തന്നെയാണ് നമ്മുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി വലിയൊരു പ്രോമിസ് നമുക്ക് ലഭിക്കാനില്ല. ഈ വാക്യം എല്ലാവരുടെയും പ്രോമിസ് വേർഡായിട്ട് തന്നെ എല്ലാവരുടെയും ഹൃദയത്തിൽ അത് ഉറക്കട്ടെ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ വിശ്വസിക്കുക. ദൈവം നമ്മുടെ കൂടെ. ദൈവമാണ് നമ്മുടെ പ്രതിഫലമെങ്കിൽ മറ്റ് പ്രതിഫലങ്ങളൊന്നും ഇപ്പൊ ലഭിക്കുന്നില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട. ഇപ്പൊ ജോലി കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട. ബിസിനസ് നടന്നില്ലെങ്കിലും വിഷമിക്കേണ്ട. കാരണം പ്രതിഫലമായ ഇതെല്ലാം നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിഫലം ഈ ലോകം തരുന്നതാണ്. പക്ഷെ ഈ ലോകം തരുന്ന പ്രതിഫലമല്ല. ദൈവം തന്നെയാണ് നമ്മുടെ പ്രതിഫലമെങ്കിൽ അതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. അത് കംപ്ലീറ്റ് പാക്കേജാ. ആ പാക്കേജിനകത്ത് എല്ലാം നമുക്ക് വേണ്ടുന്നൊക്കെയുണ്ട്. അതിൽ നമ്മൾ വിശ്വസിക്കുക, അതിൽ തന്നെ ഉറച്ചേക്കുക. വചനത്തെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.